ഗോതമ്പ് പൊടി ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാറിന് നനവൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെന്തിട്ടുള്ള ചോറാണ് കേട്ടോ. അത് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ആദ്യം ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ജാറ് നമുക്ക് മിക്സിയിലേക്ക് വെച്ചതിന് ശേഷം 2-3 തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും എടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പൾസ് ചെയ്യുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതിൽ 1-2 സ്പൂണ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ പൾസ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കൂടെ നനവ് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 2-3 തവണയായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരുവം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തരി തരിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അഥവാ ഒരുപാട് കുഴഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ ഇത്രയും കൂടെ പൊടി ചേർത്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലോ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അഥവാ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് കൈവച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ആവിപാത്രം വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഉപ്പുമാവ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതായാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ലിക്കൊക്കെ എടുക്കുന്ന ഉഴുന്നുണ്ടല്ലോ, അതാണ്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്ന പരുവാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാപ്സിക്കം അത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവണ്ട, എന്നാലും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ചെറുതായിട്ട് കടിക്കുന്ന പരുവത്തിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ആ ഒരു പരുവം കണ്ടാൽ തന്നെ മനസ്സിലാവും. റവയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഉള്ളത്. ആ റവ ഉപ്മാവിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അല്ലാത്തവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതൊരു 4-5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ വേവ് കിട്ടുള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളൊരു 1/4 കപ്പും കൂടെ തേങ്ങ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് മറക്കാതെ ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ നനവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂണ് വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ച് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചൂടോടെ തന്നെ ഇത് നമുക്കിനി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.